ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബീഫ് ചില്ലിയാണ്. ഇത് വളരെ സോഫ്റ്റും അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് ചില്ലിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ 1.5 കിലോ എല്ലില്ലാത്ത ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ബീഫ് ഏകദേശം 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ ബീഫും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഉപ്പ് നമുക്ക് അവസാനം ചേർക്കാം. നമ്മൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അവസാനം ഒന്ന് നോക്കിയിട്ട് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫെല്ലാം ഈ മസാലയിൽ മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കണം, പോരെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്ത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുത്താണ്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മളുടെ ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് സവാള ഫ്രൈ ചെയ്ത സെയിം എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് കുറച്ച് എണ്ണ വേണ്ടി വരും. ബീഫ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, കാരണം നമ്മൾ 1/4 ഭാഗത്തോളം വേവിച്ച ബീഫാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബീഫും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവാള സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്താണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഒരിലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച, അതായത് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബീഫും സവാളയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മസാല കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഒരു ഫ്ലേവറിന് വേണ്ടി. ആദ്യം കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ആ മസാലയെല്ലാം എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് ഡ്രൈ ചില്ലി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.